അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരിമാരെ, എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ? മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. നമ്മുടെ മനോഹരമായ യാത്ര ഇന്ന് 6ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇന്നലെ നമ്മൾ കണ്ടത്, നമ്മൾ ഇത്രയും ഭംഗിയായി ഡിസൈൻ ചെയ്ത അൽ മുസവ്വിറിനെയും അതേപോലെ നമ്മുടെ തെറ്റുകൾ സ്നേഹത്തോടെ മറച്ചു വെച്ച അൽ ഗഫാറിനെയാണ് അല്ലേ? സുബ്ഹാനല്ലാഹ്. നമ്മളെ റബ്ബ് പടച്ചു, നമ്മുടെ കുറവുകൾ പുറത്തു തന്നു. എന്നാൽ അവിടെയൊന്നും പഠിച്ചവൻ നമ്മൾ വിടുന്നില്ല. ഈ ലോകത്ത് ജീവിക്കാൻ നമുക്ക് വേണ്ടതെല്ലാം കരുതി വെക്കുന്ന ആ ഒരു വലിയ സ്നേഹത്തെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അൽ ഖഹാർ, ഒന്നാമത്തെ ഇസ്മ അൽ ഖഹാർ, അടക്കി ഭരിക്കുന്നവൻ. ചിലപ്പോൾ നമുക്ക് തോന്നും നമ്മുടെ ജീവിതം നമ്മുടെ നിയന്ത്രണത്തിലല്ല എന്ന്. എന്നാൽ നമ്മൾ ഓർക്കുക, ഈ പ്രപഞ്ചത്തിലെ സർവവും ആരുടെയെങ്കിലും മുന്നിൽ മുട്ടുമടക്കുന്നുണ്ടെങ്കിൽ അത് അൽ ഖഹാറായ അള്ളാഹുവിന്റെ മുന്നിൽ മാത്രമാണ്. നമ്മൾ വിചാരിക്കും നമ്മുടെ പണവും പദവിയും ഒക്കെ കൊണ്ട് നമ്മൾ വലിയ ആൾക്കാരാണെന്ന്. എന്നാൽ നമ്മൾ ശ്വസിക്കുന്ന ഈ ഒരു വായുവില്ലേ, ഈ ഒരു ശ്വാസം ഒന്ന് നിലച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആരുമല്ല അല്ലേ? പ്രപഞ്ചത്തിലെ രാജാക്കന്മാരെ പോലും ഒരു നിമിഷം കൊണ്ട് നിശബ്ദനാക്കാൻ കഴിയുന്നവരാണ് അൽ ഖഹാർ. അതുകൊണ്ട് ആരെങ്കിലും നമ്മളെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പേടിക്കണ്ട, അവരൊക്കെ വലിയ ഖഹാർ നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് ആ ഒരു കാര്യത്തിൽ അഹങ്കാരത്തോടെ തലയുയർത്തി നിൽക്കാം. നമ്മുടെ ഉള്ളില് ഞാൻ എന്ന ആ ഒരു അഹങ്കാരത്തെ തകർക്കാൻ, അതേപോലെ ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് നമ്മളെ കാക്കാനും ഈ നാമത്തിന് കഴിയും. നമ്മുടെ മനസ്സിൽ ആരെങ്കിലും ഒരാളെ മനസ്സിൽ ഞാനുള്ള ആ ഒരു അഹങ്കാരം ഉണ്ടെങ്കിൽ പിന്നെ നമ്മളൊന്നും അല്ല, നമ്മൾ തീർന്നു. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും അങ്ങനെ മൈൻഡിൽ തോന്നുകയാണെങ്കിൽ, ഞാൻ വലിയവനാണ്, ഞാൻ അങ്ങനെയാണ്, ഞാൻ തിരക്കേടില്ല, അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ അവര് അൽ ഖഹാർ എന്നുള്ള നാമം പതിവാക്കണം. ഇവിടെ മഗ്‌രിബിനും സുബ്ഹിക്കും ശേഷം 100 തവണ ഈ ഒരു നാമം ചൊല്ലിക്കഴിഞ്ഞാൽ അക്രമികളായ ശത്രുക്കളിൽ നിന്ന് അള്ളാഹു നമ്മെ സംരക്ഷിക്കുന്നതായിരിക്കും. രണ്ടാമത്തെ നാമം എന്ന് പറയുന്നത് അൽ വഹാബ്, അത്യുദാരൻ. നമ്മൾ ചോദിക്കാണ്ട് തന്നെ നമുക്ക് എല്ലാം തരുന്നവനാണ് അൽ വഹാബ്. പകരമായിട്ട് ഒന്നും പ്രതീക്ഷിക്കാണ്ട് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നവനാണവൻ. ലോകത്ത് നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും തന്നാൽ അതിൻ്റെ പിന്നിൽ ഒരു ലക്ഷ്യം ഉണ്ടാവും. നമ്മൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെന്തെങ്കിലും ചെറിയൊരു കാര്യമെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടാവും, ഒന്നുമില്ലെങ്കിൽ ഒരു പുഞ്ചിരിയെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടാവും. എന്നാൽ പടച്ചവൻ നമുക്ക് നൽകുന്നത് ഒന്നും തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടല്ല. നമ്മൾ ജനിക്കുന്നതിന് മുന്നേ നമുക്ക് ഭൂമിയിൽ ഓക്സിജൻ ഒരുക്കി വെച്ചവനാണവൻ. നമുക്കൊക്കെ പല്ല് മുളക്കുന്നതിന് മുമ്പ് നമ്മുടെ ഉമ്മയുടെ മാറിലെ പാല് വറ്റാത്ത ഉറവയാക്കി മാറ്റി ആ കരുണയുണ്ടല്ലോ, അതാണ് വഹാബ്. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും അതുപോലെ ജനങ്ങളുടെ അംഗീകാരം ആഗ്രഹിക്കുന്നവർക്കും ഈ ഒരു നാമം വലിയൊരു അനുഗ്രഹമാണ്. ഞാനൊരു ദുആ പറയാം. റബ്ബന ലാ തുസിഗ ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. സൂറത്ത് ആലു ഇമ്രാനിലെ 8ാമത്തെ ആയത്താണിത്. നമുക്ക് നേരായ വഴിയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷെ അതിൽ നിന്ന് തെന്നിപ്പോകാതിരിക്കാനും അള്ളാഹുവിൻ്റെ ആ ഒരു പ്രത്യേക കാരുണ്യം ലഭിക്കാനും വേണ്ടി നമ്മൾ ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനകളിൽ മികച്ച ഒന്നാണിത്. മനുഷ്യന്റെ ഹൃദയം എന്ന് പറയുന്നത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഇന്ന് നല്ലത് ചിന്തിക്കുന്ന മനസ്സ് നാളെ വഴിപറ്റി പോകാം. അത് സംഭവിക്കാതിരിക്കാൻ അള്ളാഹുവിൻ്റെ ഈ ഒരു കാരുണ്യം നമ്മൾ തേടുക. നമുക്ക് ചോദിക്കാതെ എല്ലാം നൽകുന്നവനാണ് അവൻ അല്ലേ? സഹോദരിമാരെ, അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഔദാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല,
എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സന്മാർഗമാണ്, ഹിദായത്താണ്. ഈ സന്മാർഗത്തിൽ മരണം വരെ ഉറച്ചു നിൽക്കാൻ അള്ളാഹു തന്നെ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന ആ ഒരു ആയത്താണ്, ആ ഒരു പ്രാർത്ഥനയാണ് ഞാനിപ്പോൾ ചൊല്ലിയത്. അൽ വഹാബ് എന്ന നാമത്തിന്റെ അവസാനിക്കുന്ന ആ ഒരു പ്രാർത്ഥന. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. അതിൻ്റെ അർത്ഥം വരുന്നത്, ഞങ്ങളുടെ നാഥ, നീ ഞങ്ങളെ നേർവയിലാക്കിയ ശേഷം ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ തെറ്റിക്കരുതേ. നിന്റെ പക്കലിൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ. നിശ്ചയമായും നീ തന്നെയാണ് അത്യുദാരൻ, അൽ വഹാബ്. ഇനിയിപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്നാമത്തെ ഇസ്മായ അർ റസാഖ്, അന്നദാതാവ്. ആഹാരം നൽകുന്നവൻ മാത്രമല്ല റസാഖ്, ആഹാരത്തോടൊപ്പം അത് ആസ്വദിക്കാനുള്ള മനസ്സും നൽകുന്നവനാണവൻ. പലപ്പോഴും നമ്മൾ ടെൻഷൻ അടിക്കുന്നോ നാളത്തെ വരുമാനത്തൊക്കെ ആലോചിച്ചിട്ടായിരിക്കും അല്ലേ. എന്നാൽ പാറക്കുള്ളിലെ തവളക്കും അതേപോലെ കടലിൻ്റെ ആയങ്ങളിലുള്ള തിമിംഗലത്തിനും കൃത്യമായിട്ട് ഭക്ഷണം എത്തിക്കുന്ന ആ ഒരു റബ്ബ് നമുക്കുണ്ട്. നമ്മുടെ വലത് കൈപ്പത്തിലൊന്ന് നോക്കിയേ, ആ 18 എന്ന അടയാളം ഒരു ഉറപ്പാണ്. നിന്റെ വിശപ്പടക്കാൻ ഈ കയ്യിലേക്ക് ഭക്ഷണം എത്തിക്കുന്നത് ഞാനാണ് എന്ന റബ്ബിൻ്റെ ഒരു ഉറപ്പ്. എല്ലാവരും ഒന്ന് കൈ നോക്കിയേ, നമ്മുടെ കൈപ്പത്തിൽ നോക്കിയാൽ ആ 18 എന്ന അക്കം അറബിയിൽ കാണാം. അത് അള്ളാഹുവിൻ്റെ 18ാമത്തെ നാമമായ അൽ റസാഖിന്റെ അടയാളമാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന വലത് കൈയിൽ തന്നെ ആ ഒരു നാമത്തിന്റെ ആ ഒരു അടയാളം നൽകിയത് ഞാനാണ് നിനക്ക് നൽകുന്നതെന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. സുബ്ഹാനല്ലാഹ്. സുബഹിക്ക് മുമ്പ് വീടിന്റെ 4 മൂലയിലും 10 തവണ വീതം ചൊല്ലിക്കഴിഞ്ഞാൽ, 10 തവണ വീതം അർ റസാഖ് ചൊല്ലിയാൽ ആ വീട്ടിൽ ഭക്ഷണത്തിന് ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാവില്ല. അതേപോലെ രാവിലെ ഒന്നും കഴിക്കാണ്ട് 20 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ ബുദ്ധിശക്തി വർദ്ധിക്കാൻ സഹായിക്കും. മാഷാ അല്ലാഹ്, എന്തൊക്കെ അത്ഭുതങ്ങളാണല്ലേ ഓരോ ദിവസവും നമ്മൾ പഠിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാളെ എന്ത് എന്നോർത്ത് ആരും പേടിക്കണ്ട. കാരണം ഖഹാറും വഹാബും റസാഖും നമ്മുടെ കൂടെ ഉണ്ട്. സുബ്ഹാനല്ലാഹ്. ഇന്നത്തെ ടാസ്ക്, നിങ്ങൾ ഇന്ന് കഴിക്കുന്ന ഓരോ തരി ഭക്ഷണത്തിന് ശേഷവും അള്ളാഹുവിനെ ഹൃദയം കൊണ്ട് നന്ദി പറയാം. അൽഹംദുലില്ലാഹ്. ഫസ്റ്റ് ടാസ്ക് അതാണ്. രണ്ടാമത്തത്, നിങ്ങളുടെ വലത് കൈപ്പത്തിലേക്കൊന്ന് നോക്കുക. ആ ഒരു 18ാമത്തെ നാമത്തിന്റെ അടയാളം കണ്ട് യാ റസാഖ് 3 വട്ടം ചൊല്ലുക. മൂന്നാമത്തെ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യാ ഖഹാർ, യാ വഹാബ്, യാ റസാഖ്. ഇത് നമ്മൾ ഡെയിലി ചൊല്ലുന്നത് പോലെ 33 വട്ടം ചൊല്ലിയിട്ട് നമ്മൾ കിടക്കുക. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് നാളെ നമുക്ക് പഠിക്കാൻ പോകുന്നത് നമ്മുടെ മുന്നിൽ അടഞ്ഞുപോയ വാതിലുകൾ തുറക്കുന്നതിനെ കുറിച്ചും അതുപോലെ എല്ലാം അറിയുന്നതിനെ കുറിച്ചുമാണ്. ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ്സിനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.